അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരം ഭൂമിയായിട്ട് കണക്റ്റഡ് ആണ്. ആ കണക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ. ഞാൻ നേരത്തെ പറഞ്ഞു സ്പിരിച്വാലിറ്റി. നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കറണ്ടിനെ പറ്റി ബോധമുണ്ടായിരുന്നു? ഇല്ല. അത് പോയപ്പോഴാണ് നമ്മളതിന്. അതേപോലെ നമ്മുടെ എല്ലാ ലേസിനും ഊർജം കൊടുത്തുകൊണ്ട് ഒരു കല്യാണ വീട്ടിൽ നമ്മുടെ കഴിവുകൾ, അത് 8ഓളം കഴിവുകൾ നമുക്കുണ്ട്. അതിൽ 2ഓ 3ഓ എണ്ണം എല്ലാവർക്കും പ്രൊമിനൻ്റ് ആയിരിക്കും. എല്ലാവരും ആ മേഖലയിലാണ് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ പ്രവർത്തിച്ചാൽ സക്സസ് ആകില്ല. അതാണ് അതിൻ്റെ ശാസ്ത്രം. പരമാനന്ദം. ഇതിനെ ട്രഷറി എന്ന് പറയും. എന്തുകൊണ്ടാണ് ട്രഷറി എന്ന് പറയാൻ കാരണം പറയും? നമ്മുടെ ഏറ്റവും അടിസ്ഥാനമായ ഘടകം എന്ന് പറയുന്നത് സത്ത്, ചിത്ത്, ആനന്ദം. സത്തിൽ ഫോക്കസ് ഉള്ള ആളുകൾ പണത്തിനും അധികാരത്തിനും ആയിരിക്കും അവർ ഫോക്കസ്. ആനന്ദത്തിന് പ്രൊമിനൻ്റ് ആയ ആളുകൾ അവർ സുഖം തേടാൻ. ചിത്ത് പ്രൊമിനൻ്റ് ആയ ആളുകൾ സാർ റേക്കി ഹീൽ. ഈ റേക്കിയെ കുറിച്ച് ഇപ്പോഴും പല ആളുകൾക്കും ചില തെറ്റായ മിഥ്യാധാരണകൾ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പൊതുജനത്തിന് ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് എങ്ങനെയാണ് പ്രപഞ്ചത്തിലെ ഊർജത്തെ പരസ്പരം കാണാതെ ഊർജം വെച്ച് റേക്കി എനർജി വെച്ച് ഇത്തരത്തിൽ ഹീൽ ചെയ്യാൻ സാധിക്കുന്നത് എന്നൊക്കെ പലരും ചോദിക്കും. ഈ ഒരാൾ ബാംഗ്ലൂരോ ചെന്നൈയിലോ ഡൽഹിയിലോ അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് എവിടെയെങ്കിലും ഇരുന്നിട്ട് ജസ്റ്റ് ഫോണിൽ കൂടെ സംസാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ സംസാരിക്കാതെ പോലും ഒരു കണക്ഷനും ഇല്ലാതെ അവിടെ ഇരുന്നുകൊണ്ട് എങ്ങനെയാണ് ഈ റേക്കി ചെയ്തൊരു പ്രശ്നം മാറ്റാൻ സാധിക്കുന്നത് എന്ന്. സത്യത്തിൽ എന്താണ് റേക്കി? അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഓക്കെ. റേക്കിയിൽ ഞാൻ എത്തിപ്പെടുന്നത് ഒരു രോഗശമനത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല. എത്തിപ്പെടുന്നത് സ്പിരിച്വൽ സീക്കിങ്ങിൻ്റെ ഭാഗമായിട്ടൊരു കൗതുകം എന്തായിരുന്നു റേക്കി എന്ന രീതിയിലാണ്. 2003 ഞാൻ റേക്കി മാസ്റ്റർഷിപ്പ് എടുക്കുന്നത്. 2003 മാസ്റ്റർഷിപ്പ് എടുത്തു. അതെ, 2003. 23 വർഷം മുമ്പ്. 21 വർഷം മുമ്പ് എടുത്തു. 2003 മാസ്റ്റർഷിപ്പ് എടുത്തിട്ടുണ്ട്. ഒരുപാട് അന്ന് മുതൽ ക്ലാസ് എടുക്കുന്നുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ ക്ലാസ് എടുക്കുന്നുണ്ട്. റഷ്യയിലൊക്കെ ഒരുപാട് റേക്കി സ്റ്റുഡൻസ് ഉണ്ട്, അവിടെയുണ്ട്. അപ്പോൾ അതിലെത്തുന്നൊരു നമ്മളൊരു ക്യൂരിയോസിറ്റീൻ്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ ഇതെന്താണെന്ന് അറിയണം. അങ്ങനെയാണ് ഇവിടെ പോയത്. പിന്നീട് എനിക്കെപ്പോഴും ഒരു കാര്യം, ഇത് എങ്ങനെയാണ് റീസണിങ് ഇല്ലെങ്കിൽ എനിക്ക് കൺവിൻസ് ആവില്ല. അങ്ങനെ ഒരു സംഭവം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ റേക്കി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് അന്വേഷിക്കാൻ തുടങ്ങി. അവിടെയാണ് ഞാൻ പഞ്ചകോശാസ് എന്ന് പറഞ്ഞൊരു സിദ്ധാന്തമുണ്ട്. പഞ്ചകോശാസ്, 5 layers അറിയാമോ? അത് നമുക്ക് നമ്മുടെ ഹ്യൂമൻ ബീയിങ്ങിനെ നമുക്ക് 5 തലങ്ങളാക്കി ഭാഗിക്കാം. ശരിക്കും അങ്ങനെ വിഭജനമൊന്നും അവിടെ ഇല്ല. പക്ഷെ നമ്മൾ പഠിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് പറയുന്നു എന്ന് മാത്രം. അപ്പം അത് ഒന്ന് ഫിസിക്കൽ ബോഡിയാണ്, ഈ കാണുന്ന അന്നമയ കോശം. അത് അന്നമയ കോശം അതിന് പേര് വരാൻ കാരണം അറിയാവോ? ഇല്ല, ഒന്നുമില്ല. അത് അന്നം കൊണ്ടാണ് പോഷിപ്പിക്കുന്നത് മാത്രം. അതായത് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു ബീജമായിട്ട് അണ്ടം ചേർന്നിട്ടുണ്ടാകുന്ന സാധനം അത് അമ്മയുടെ ഫുഡിൽ നിന്നാണ് വളരുന്നത്. പുറത്ത് വന്നാലും അത് വളരുന്നത് ഫുഡിൽ, നമ്മുടെ മുലപ്പാലായാലും ഫുഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരം ഭൂമിയായിട്ട് കണക്റ്റഡ് ആണ്. ആ കണക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു സ്പിരിച്വാലിറ്റി, ഇൻവിസിബിൾ കണക്ഷനെ കുറിച്ചുള്ള തിരിച്ചറിവ് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ശരീരം ഭൂമിയായിട്ട് കണക്റ്റഡ് ആണ്. നമ്മളിപ്പോൾ ഒരു വത്തക്ക കഴിക്കുമ്പോഴായാലും പത്തിരി കഴിക്കുമ്പോഴായാലും ചോറ് കഴിക്കുമ്പോഴായാലും റിയലി വി ആർ ഈറ്റിംഗ് ദ നേച്ചർ. പ്രകൃതിയാണ് നമ്മൾ കഴിക്കുന്നത്. പക്ഷെ ആ കോൺഷ്യസ്നെസ് നമുക്കില്ല. നമ്മളെ കോൺഷ്യസ് അല്ല അതേ പറ്റിയിട്ട്. അപ്പോൾ ആ ഒരു ഇൻവിസിബിൾ കണക്ഷൻ അവിടെയുണ്ട്, ഭൂമിയും നമ്മളും തമ്മിലുള്ള. ആ കണക്ഷനാണ് നമ്മുടെ ഫിസിക്കൽ ബോഡിയെ പോഷിപ്പിക്കുന്നത്. ഭൂമിയായിട്ട് നിങ്ങൾ കണക്റ്റഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പം അടുത്ത ലെയർ ഇൻവിസിബിൾ. ഈ ലെയർ മാത്രം, ശരീരം എന്ന് പറയുന്ന ലെയർ മാത്രമേ നമുക്ക് 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് സെൻസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അടുത്ത ലെയർ മുതൽ 5 ഇന്ദ്രിയം കൊണ്ട് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതവിടെ ഉണ്ട്. എന്നുള്ള ഒരുപാട് തെളിവുകളുണ്ട്. അടുത്ത ലെയറാണ് നമ്മുടെ എനർജി ബോഡി എന്ന് പറയും, ഊർജ ശരീരം. ഇപ്പം തന്നെ നമുക്കൊരു അനുഭവം ഉണ്ടായി. എന്താ അനുഭവം? നമ്മളെ ഷൂട്ട് മുഴുവൻ നിർത്തി. എന്താ നിർത്തേണ്ടി വന്നത്? കറണ്ട്. നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കറണ്ടിനെ പറ്റി ഒരു ബോധം ഉണ്ടായിരുന്നു? ഇല്ല. അത് പോയപ്പോഴാണ് നമ്മളതിന്. അതേപോലെ നമ്മുടെ എല്ലാ ലേസിനും ഊർജം കൊടുത്തുകൊണ്ട് ഒരു കല്യാണ വീട്ടിൽ, അപ്പോൾ അവിടെ ഗാനമേളയുണ്ട്, പിന്നെ പാട്ടുകളുണ്ട്, അവിടെ പന്തിൽ AC വേണം, അരയ്ക്കുന്നുണ്ട്, എല്ലാം ഇലക്ട്രിസിറ്റി ഉണ്ടാകും. ഇത് സ്റ്റോപ്പായാലോ എല്ലാം നോക്കും. ഒരുപാട് പ്രോഗ്രാം ഉണ്ടായപ്പോൾ അവിടെ 10,000-ത്തിൻ്റെ ആംപ്ലിഫയർ വേണം. അതേപോലെ നമ്മുടെ
ശരീരത്തിലും മനസ്സിലും ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങൾക്ക് ഊർജം വേണമെങ്കിൽ അവിടെ എനർജി ബോഡി എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതിൻ്റെ ഘടനയൊക്കെ നമുക്ക് പിന്നീട് പറയാം, സമയമുണ്ടെങ്കിൽ പറയാം. അതവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് എന്തുമായിട്ടാണ് കണക്റ്റഡ് എന്നറിയോ? നമ്മുടെ എനർജി ബോഡി എന്തുമായിട്ടാണ് കണക്റ്റഡ് എന്നറിയോ? കണക്ട് ചെയ്തിരിക്കുന്നറിയോ? അറിയാവോ? ഇല്ല. അത് ബയോസ്ഫിയർ ആയിട്ടാണ്. ഓക്കെ. ഭൂമിക്ക് ചുറ്റും ഒരു എനർജി മണ്ഡലമുണ്ട്, ഊർജ്ജ മണ്ഡലം. കാരണം അതിൽ നിന്നാണ് നമ്മൾ ശ്വാസം എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മുടെ എനർജി ബോഡിയും ബയോസ്ഫിയർ കണക്റ്റഡാണ്. ആ കണക്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ സർവൈവ് ചെയ്യില്ല. ഓക്കെ. ബഹിരാകാശത്ത് പോയാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, ഓക്സിജൻ ഇല്ലെങ്കിൽ, അല്ലേ? അപ്പം ഈ കണക്ഷനെ പറ്റി നമ്മൾ ബോധവാന്മാരാണോ? അല്ല. അതിനെപ്പറ്റി ബോധവാന്മാരായ ആളുകളാണ് പ്രാണായാമങ്ങൾ ഡിസൈൻ ചെയ്തത്. ഓക്കെ. നിങ്ങൾ പ്രത്യേകമായ റിതമിക്കായിട്ട് അല്ലെങ്കിൽ ഡീപ്പായിട്ട് നിങ്ങൾ ബ്രീത്ത് ചെയ്താൽ നിങ്ങൾ പരിവർത്തനങ്ങൾ സംഭവിക്കും. ഇവിടെ വോൾട്ടേജ് ചേഞ്ച് ചെയ്താൽ ഇവിടെ നമുക്ക് പല മാറ്റങ്ങളും ഉണ്ടാക്കാം. ഇവിടെ വോൾട്ടേജ് കുറഞ്ഞാൽ നമുക്കിവിടെ കാര്യങ്ങൾ നടക്കും. അതേപോലെ നമ്മുടെ എല്ലാ പ്രവർത്തനത്തിനും ആവശ്യമായ രീതിയിൽ നമ്മുടെ വോൾട്ടേജിനെ ക്രമീകരിക്കുന്നതാണ് ഈ പ്രാണായാമങ്ങളെല്ലാം. ഓക്കെ. അത് നമ്മുടെ ബയോസ്ഫിയറായിട്ട് കണക്റ്റഡ് ആണ്. ഈ കണക്ഷൻ അറിയെങ്കിൽ മാത്രമേ അത് സംഭവിക്കുള്ളൂ. അപ്പോൾ പ്രാണിക് ഹീലിംഗ് ഒക്കെ യഥാർത്ഥത്തിൽ ഈ ഒരു ലെയറിലാണ് കാര്യം, ഊർജ്ജ ശരീരത്തിലാണ് നടക്കുന്നത്. പലരും ചോദിക്കാറുണ്ട് റേക്കിയും പ്രാണിക് ഹീലിംഗും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, പ്രധാനപ്പെട്ട വ്യത്യാസം പ്രാണിക് ഹീലിംഗ് ചെയ്യുന്ന ഈ ഊർജ്ജ ശരീരത്തിലാണ്. റേക്കിയെ പറ്റി പറയാം. അപ്പോൾ അതിൻ്റെ അടുത്ത ലെയറാണ് മനോമയ കോശം, മനസ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു 5 ഇന്ദ്രിയങ്ങളുടെ കാര്യങ്ങൾ ശേഖരിക്കുന്നു, അത് ചിത്തത്തിൽ ശേഖരിച്ചു വെക്കുന്നു, ബുദ്ധി കൊണ്ട് അതിനെ അനലൈസ് ചെയ്യുന്നു, ആവശ്യമുള്ളപ്പോൾ മെമ്മറിയെ റീടേക്ക് ചെയ്യുന്നു. ഈ രീതിയിൽ അത് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ആക്ഷൻ എടുക്കുന്നു, കർമ്മേന്ദ്രിയങ്ങൾക്ക് സജഷൻസ് കൊടുക്കുന്നു, അത് ചെയ്യൂ, ഇത് ചെയ്യൂ, ബോധപൂർവം കൊടുക്കുന്നു, അബോധപൂർവം കൊടുക്കുന്നു. ശരീരത്തെ നിരന്തരം മനസ്സ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ മനസ്സ് എന്ന് പറയുന്ന ഒരു തലം, അതിന് 6 തലങ്ങൾ വേറെ ഉണ്ട്, 1 തലമുണ്ട്. അപ്പോൾ ഈ മനസ്സും പ്രപഞ്ച മനസ്സുമായിട്ട് കണക്റ്റഡാണ്. അപ്പോൾ ആ കണക്ഷനെ പറ്റി ഇപ്പോൾ ഞാൻ പറയണില്ല, അതെങ്ങനെ കണക്ട് ചെയ്തിരിക്കും, അത് എൻ്റെ ഒരുപാട് സെർച്ചിങ്ങിൻ്റെ ഭാഗമായിരുന്നു അത്. പിന്നെ അങ്ങനെ മനസ്സിനും അപ്പുറമുള്ള അത് മനോമയ കോശം എന്ന് പറയും, അത് 3ാമത്തെ തലം. ഈ മനസ്സെങ്ങനെയാണ് പോഷിപ്പിക്കുന്നത് അറിയോ? എങ്ങനെയാണ് പോഷിപ്പിക്കുക? മനസ്സെങ്ങനെ റിഷ് ചെയ്യുന്നു? അറിയില്ല. നമ്മുടെ ഇന്ദ്രിയാനുഭവങ്ങൾ നല്ലതാണെങ്കിൽ നല്ല മനസ്സായിരിക്കും. ഇന്ദ്രിയാനുഭവങ്ങൾ മോശമാണെങ്കിൽ, അതാണ് കുട്ടിക്കാലത്ത് നമ്മൾ മോശമായ അനുഭവം ഈ മനസ്സിനെ പൊല്യൂട്ടഡ് ആക്കി. അവിടെ വേണ്ടാത്ത അനുഭവങ്ങളെ തട്ടിക്കളയാൻ ബുദ്ധി പാകമായിരുന്നില്ല. അതാണ് 8 വയസ്സാകുമ്പോഴേക്ക് പ്രോഗ്രാം ചെയ്യപ്പെടും. മനസ്സിലായി. 8 വയസ്സിനുള്ളിൽ ബുദ്ധി ഉറച്ചിട്ടില്ല. അതിന് പറയും ക്രിട്ടിക്കൽ മൈൻഡ് ഫിൽട്ടർ എന്ന് പറയും. ഈ ക്രിട്ടിക്കൽ മൈൻഡ് ഫിൽട്ടർ പാകമാവാത്ത സമയത്ത് എന്ത് വിപരീത അനുഭവങ്ങൾ ഉണ്ടായാലും അത് ഉള്ളിലേക്ക് കയറും. ഉദാഹരണമായിട്ട് ഒരു സ്ഥലത്തൊരു വലിയൊരു പ്രോഗ്രാം നടക്കുന്നു, അവിടെ ലിമിറ്റഡ് ആളുകൾക്ക് പ്രവേശനമുള്ളൂ, കൂപ്പൺ. ഈ സെക്യൂരിറ്റി വരുന്നതിന് മുമ്പ് കുറേ ആൾക്കാർ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവരെ പുറത്താക്കിയാലേ ഈ പരിപാടി ശരിക്കും നടക്കുള്ളൂ. അതുപോലെയാണിത്. 8 വയസ്സിന് മുമ്പേ കയറിപ്പോയ വിപരീത പ്രോഗ്രാമിംഗ് ആണ് നമ്മുടെ പ്രശ്നത്തിന് കാരണം. അപ്പം ഈ മനസ്സ് ആ പ്രോഗ്രാമിങ്ങളെ ക്ലിയർ ചെയ്താൽ മാത്രമേ മനസ്സ് ശരിയായിട്ട് പ്രവർത്തിക്കൂ. അതാണ് മനസ്സിൻ്റെ തലം എന്ന് പറയുന്നത്. അങ്ങനെ പോകുമ്പോൾ അതിനപ്പുറത്തൊരു തലമുണ്ട്, അതാണ് നമ്മൾ വിജ്ഞാനമായ കോശം അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ബോഡി എന്ന് പറയുന്നത്. ഈ ഇൻ്റലക്ച്വൽ ബോഡി യഥാർത്ഥത്തിൽ ബുദ്ധിയാണെന്ന് പറയും. യഥാർത്ഥത്തിൽ ഇത് ബുദ്ധി അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ബുദ്ധി എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ ഇൻ്റലക്ച്വൽ ലെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാലൻസ് ആണ് ശരിക്കും, നമ്മുടെ കഴിവുകൾ. അത് 8ഓളം കഴിവുകൾ നമുക്കുണ്ട്. അതിൽ 2ഓ 3ഓ എണ്ണം എല്ലാവർക്കും പ്രൊമിനൻ്റ് ആയിരിക്കും. എല്ലാവരും ആ മേഖലയിലാണ് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ പ്രവർത്തിച്ചാൽ സക്സസ് ആകില്ല. അതാണ് അതിൻ്റെ ശാസ്ത്രം. ഹൊവാർഡ് ഗാർണർ ആ ഒരു 8 ഇൻ്റലിജൻസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ ശരിക്കും അവർക്ക് റിയൽ ഫ്യൂച്ചറിനെ അവർക്ക് ഫ്ലവർ ചെയ്യാൻ പറ്റും. അപ്പം ഈ ഇൻ്റലക്ച്വൽ ബോഡി എന്തുമായിട്ടാണ് കണക്റ്റഡ്, എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഇൻ്റലക്ച്വൽ ബോഡി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അറിയോ? ഇറ്റ്സ് എ റിയൽ ക്വസ്റ്റ്യൻ. അത് ഈ ഒരു കോസ്മിക് ഡ്രാമയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് ഈ ഭൂമിയിൽ ഒരു ഡ്രാമ, ഒരു നാടകം, അത് എന്തിനാണെന്നൊക്കെയുള്ള കാര്യം നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഒരു ഡ്രാമയുണ്ട്. ഈ ഡ്രാമ ഇവിടെ നടക്കുന്ന ഇങ്ങനെ രോഹിത്, ഇപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചു രോഹിത് എങ്ങനെ ഇവിടെ എത്തി. അപ്പോൾ രോഹിതിൻ്റെ ടാലൻറ്റിനനുസരിച്ചൊരു കഴിവ് ഫ്ലവർ ചെയ്തപ്പോൾ ഞാനിവിടെ ഇരുന്നിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നു.
അല്ലേ? ഇതൊരു ഡ്രാമയാണ്. ഞാനിവിടെ വരുന്നു, അതിൻ്റെ ബേസിക് റീസൺ എന്താ? നിങ്ങളൊരു ടാലൻ്റാണ്. അപ്പോൾ ഇവർ രണ്ടുപേര് അവരുടെ ഒരു ടാലൻറ്റ് ഫ്ലവർ ചെയ്യിച്ചപ്പോഴാണ് ഈ ഡ്രാമയിൽ അവർ വന്നത്. അങ്ങനെ എല്ലാ സ്ഥലത്തും നമ്മൾ എവിടെയൊക്കെ കൺസ്യൂം ചെയ്യുന്നുണ്ട് അവിടെയെല്ലാം ആളുകളുടെ ടാലൻ്റാണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഈ കോസ്മിക് ഡ്രാമ നിലനിൽക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഇൻ്റലക്ച്വൽ ലെയറിൽ കറക്റ്റ് ആയിരിക്കണം. ആ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ലോകത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അത് ഇത് കണക്റ്റഡ് ആണ് കോസ്മിക് ഡ്രാമയിൽ. അതേപോലെ നമുക്കൊരു സ്പിരിച്വൽ ലെയർ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് നമ്മുടെ ഉള്ളിൽ. ഈ സ്പിരിച്വൽ ലെയറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്താണെന്നറിയോ? അത് ആനന്ദമാണ്. ആനന്ദം, അതായത് ഒരു കോസ്റ്റ്ലെസ് ഹാപ്പിനെസ് എന്ന് പറയും. ഒരു കാരണവുമില്ലാതെ ഹാപ്പിനെസ്. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ട്രഷറി എന്ന് പറയാം. പരമാനന്ദം. ഇതിനെ ട്രഷറി എന്ന് പറയാം. എന്തുകൊണ്ടാണ് ട്രഷറി എന്ന് പറയാൻ കാരണം അറിയാം? ട്രഷറി നിന്ന് കഴിഞ്ഞാൽ എല്ലാം നിൽക്കും. കാരണം എല്ലാവർക്കും ശമ്പളം കൊടുക്കുന്ന ഇവിടുന്നാണ്, ട്രഷറി എന്നാണ്. അതേപോലെ നമ്മുടെ 4 ലെയറും പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തന സുഖം, പ്രവർത്തന ആനന്ദം കൊടുക്കുന്ന ട്രഷറിയാണിത്. അതിനെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾ പറഞ്ഞ പരമാനന്ദം, ഒരു കാരണവുമില്ലാത്ത ആനന്ദം കിട്ടും. അല്ല, ഇപ്പോഴും റേക്കി കണക്ട് ചെയ്ത് വരുന്നത് ഈ 5ാമത്തെ ലെയറായ സ്പിരിച്വൽ ലെയറും പ്രപഞ്ചത്തിൻ്റെ സ്പിരിച്വൽ ലെയറും തമ്മിലുള്ള കണക്ഷനെയാണ് റേക്കി എന്ന് പറയുന്നത്. അപ്പോൾ ഈ റേക്കി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എതിലെയാണ് കണക്ട്? നമ്മുടെ സ്പിരിച്വൽ കോഡായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സ്പിരിച്വൽ കോഡ് കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഹയർ ചക്ര, അതായത് മിഡിൽ ചക്രയായ അനാഹത ചക്രയിലേക്ക് ഈ പവർ വരുന്നു. ഇവിടെ അനാഹത ചക്രയിൽ വരുമ്പം തന്നെ നമ്മുടെ സ്പിരിച്വൽ ലെയർ ആക്ടിവേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മറ്റ് 4 ലെയറും ആക്ടിവേറ്റ് ചെയ്യും. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് ലൈഫിൽ ഫ്ലവറിങ് ഉണ്ടാവുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ രോഗശാന്തിക്കൊക്കെ റേക്കി യൂസ് ചെയ്യാൻ പറ്റുക? രോഗശാന്തി എന്ന് പറയുന്നത് രോഗം എന്ന് പറയും. അതായത് രോഗശാന്തി എന്നത് റേക്കിയുടെ പ്രധാന ഉദ്ദേശമല്ല. രോഗശാന്തി റേക്കിയുടെ ഒരു ബൈ പ്രൊഡക്റ്റ് മാത്രമാണ്. നമ്മളിൽ മനസ്സ് ശുദ്ധി, രോഗത്തിന് കാരണം എനർജി ബോഡിയിലുള്ള ടോക്സിൻ ആവാം, മെൻ്റൽ ബോഡിയിലെ ടോക്സിൻ ആവാം, അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ബോഡിയിലെ ടോക്സിൻ ആവാം. ഈ ടോക്സിനെ ഡീആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഏറ്റവും ഉള്ളിലുള്ള ഇന്നർ ലെയറിനെ ആക്ടിവേറ്റ് ചെയ്യണം. അത് ആക്ടിവേറ്റ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി മറ്റ് ലെയറും സാവധാനം ആക്ടിവേറ്റ് ചെയ്യപ്പെടും. അതുകൊണ്ടാണ് റേക്കി അറ്റ്യൂൺ ചെയ്തിട്ട് നമ്മൾ 21 ഡേയ്സ് പ്രാക്ടീസ് ചെയ്ത് മെല്ലെയാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുക. എന്നാൽ ആ മാറ്റം വളരെ ആഴത്തിലുള്ളതായിരിക്കും, വളരെ ഇൻറ്റൻസീവായിരിക്കും, വളരെ ആഴത്തിലുള്ളതായിരിക്കും. എല്ലാ മേഖലയിലും മാറ്റം ഉണ്ടാവും. റേക്കി അറ്റ്യൂൺമെൻറ്റ് ചെയ്ത് കഴിഞ്ഞ ആളുകളെ ഒക്കെ ഞാൻ നിരീക്ഷിച്ചപ്പോൾ ഞാൻ തുടക്കം തന്നെ എൻ്റെ സ്റ്റുഡൻസിനൊക്കെ ഒബ്സർവ് ചെയ്യാറുണ്ടായിരുന്നു. എല്ലാവരുടെ ലൈഫിലും ഒരു 21 ഡേയ്സ് കഴിയുമ്പോൾ ഒരു ഫ്ലവറിങ് ഉണ്ടാകുന്നുണ്ട്. കാരണം നമ്മുടെ വാക്കുകൾ സ്വീകരിക്കപ്പെടും. ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വീകരിക്കാനുള്ള ടെൻഡൻസി, നമ്മളൊരു കണക്ഷൻ വരും. അതുപോലെ തന്നെ നിങ്ങളുടെ ടാലൻറ്റ്, നിങ്ങളിപ്പോൾ മ്യൂസിക് ഉപകരണം വായിക്കുന്ന ആളാണെങ്കിൽ റേക്കി കഴിഞ്ഞതിന് ശേഷം എത്രയോ ആളുകൾക്ക് ഉയർന്ന തലത്തിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കുറേ സ്റ്റുഡൻസ് പല മ്യൂസിക് ഫീൽഡിലൊക്കെ ഒരുപാട് സ്ഥലത്തുണ്ട്. അവരെല്ലാം റേക്കി കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് മാറ്റാൻ ഒരുപാട് ആളുകൾ. പിന്നെ നിങ്ങൾ പഠിക്കുന്നുണ്ടോ? ഇപ്പോഴും കുറേ പേര് പഠിക്കുന്നുണ്ടോ? ഇപ്പോഴും ക്ലാസ് എടുക്കാറുണ്ട്. ഞാൻ കൂടുതൽ ഇപ്പോൾ ചെയ്യുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റേക്കി ഏറ്റവും ഇന്നർ ലെയറിലാണ് വർക്ക് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ അത് വർക്ക് ചെയ്യുന്നതിന് മുമ്പേ മൈൻഡിലെ ടോക്സിൻസ് നീക്കിയാൽ റേക്കി കുറച്ചും കൂടി വേഗം പ്രവർത്തിക്കും. അതെന്തുപോലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു റൂം നമ്മൾ ക്ലീൻ ചെയ്യുന്നു, നമുക്ക് എന്ത് ചെയ്യാം? വെള്ളം ഒഴിച്ച് നമുക്കതിൽ എന്താ പറയുക, വാഷിംഗ് പൗഡറൊക്കെ ഇട്ടാൽ റൂം ക്ലിയർ ആവും. പക്ഷെ അവിടെ കുറച്ച് വലിയ വസ്തുക്കളൊക്കെ ഉണ്ട്, ഇലകൾ, കുറച്ച് കടലാസ് പേപ്പറുകൾ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ അവശിഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചാൽ അതെല്ലാം കൂടി കലങ്ങ ചെയ്യും. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? അതിനെ ക്ലിയർ ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ചാൽ കുറച്ചുകൂടി നല്ലതാണ്. അതേപോലെ നമ്മുടെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്തതിന് ശേഷം റേക്കി പരിശീലിച്ചാൽ കൂടുതൽ റിസൾട്ട് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ റേക്കിക്ക് വേണ്ടി അന്വേഷിച്ച് വരുന്ന ആളുകളോട് ഞാൻ ആദ്യം ചോദിക്കും, എന്താ നിങ്ങളുടെ പർപ്പസ്, എന്താ നിങ്ങളുടെ അവസ്ഥ? അവർ മെൻ്റൽ ട്രോമ ഉള്ള ആളുകളാണെങ്കിൽ, ഭയങ്കര കൺഫ്യൂഷനുള്ള ആളുകളാണെങ്കിൽ ഞാൻ പറയും, നിങ്ങൾ മൈൻഡ് തെറാപ്പി കഴിഞ്ഞിട്ട് റേക്കി പഠിച്ചാൽ അതായിരിക്കും നിങ്ങൾക്ക് നന്നാവാൻ പറയും. പക്ഷേ റേക്കി ചെയ്തുകൊണ്ടുന്ന ഈ മെൻ്റൽ ലെയറും ആക്ടിവേറ്റ് ചെയ്യപ്പെടും കേട്ടോ. പക്ഷെ അത് സമയമെടുക്കും. ഈ റേക്കിയിലൂടെ പല ആളുകളും ഈ സോൾ പ്രസൻസ് കണ്ടെത്താൻ പറ്റും.
ദോഷങ്ങൾ മാറ്റാൻ പറ്റും എന്നൊക്കെ പറയുന്നത്, അതൊക്കെ സാധ്യമാണോ? സത്യം പറഞ്ഞാൽ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ ഒന്നും സാധ്യമല്ല എന്ന് പറയാൻ പറ്റില്ല. ഇന്നത് സാധ്യമല്ല എന്ന് പറയണമെങ്കിൽ നമുക്കതിനെപ്പറ്റി അറിയില്ലല്ലോ. എന്തിനും സാധ്യതയുണ്ട്. പക്ഷേ ആ അവകാശവാദം ഉന്നയിക്കുന്നവരാണ് അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞ് തെളിയിച്ചു തരേണ്ടത്. എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് അവരാണ് തെളിയിക്കേണ്ടത്. ഓറയുണ്ട്, ഓറ. അപ്പം അതിൽ ഒരുപാട് തെറ്റിദ്ധാരണയുള്ളൊരു മേഖലയാണ് ഈ ഓറ എന്ന് പറഞ്ഞത്. ഇപ്പോൾ ചില ക്ലാസ്സുകളൊക്കെ കേൾക്കാറുണ്ട്, ഓറ ഉണ്ടോ, ഓറയെ കമ്പയർ ചെയ്യുക, അങ്ങനെയൊക്കെ കേൾക്കാറുണ്ട്. ഓറ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ എനർജിയുടെ പ്രഭാവം എന്നല്ലാതെ മറ്റൊന്നുമല്ല. അത് മറ്റ് 4 ലെയറിൻ്റെ അവസ്ഥ അനുസരിച്ചാണ്. നിങ്ങളുടെ ഫിസിക്കൽ ബോഡി എങ്ങനെയാണ്, നിങ്ങൾ കുറച്ച് നന്നായിട്ട് വ്യായാമം ചെയ്തോളൂ, ഓറ മാറും. പക്ഷെ പൂർണ്ണമായിട്ട് മാറില്ല. നിങ്ങളുടെ മനസ്സിൽ ടോക്സിൻസ് ഉണ്ടെങ്കിൽ, മനസ്സിൽ നിങ്ങൾ സദ്ഭാവനകൾ ചെയ്യുക, നല്ല ഇമോഷൻസ് അനുഭവിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ഓറ മാറും. പിന്നെയും നിങ്ങൾ ഉള്ളിലേക്ക് പോയിട്ട് നിങ്ങളുടെ കർമ്മം, ഏത് കർമ്മമാണോ അത് നന്നായിട്ട് ചെയ്തോളൂ. ഇപ്പം ചില ആളുകളൊക്കെ, ചില സിനിമാ നടന്മാരെ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളെയൊക്കെ ഓറയെ പറ്റി പറയാറുണ്ട്. അതിന് ഇത്രയും ഉത്തരവുള്ള അവരവരുടെ കർമ്മം നന്നായിട്ട് ചെയ്യുന്നു. മോഹൻലാൽ, ആരായാലും ഞാൻ പേരുകളൊന്നും പറയുന്നില്ല, ചർച്ച വരും. അത് അവരുടെ കർമ്മ മേഖല ഒന്ന്. അത് മാത്രമല്ല, അവർ കോസ്മിക്കായിട്ട് കണക്റ്റഡ്, എത്രമാത്രം സ്പിരിച്വൽ ലെയർ. അതാണ് നമുക്ക് സ്പിരിച്വൽ കോഡ് എന്നൊരു സംഭവമുണ്ട്. ഈ സ്പിരിച്വൽ കോഡ് എന്ന് പറഞ്ഞാൽ നമ്മളിലേക്ക് വരുന്ന കോസ്മിക് എനർജി ഇവിടെ നമുക്ക് സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും എത്രമാത്രം വിടുത്തുണ്ട്. ആ സ്പിരിച്വൽ കോഡിൻ്റെ വിടുത്ത് കൂടുന്നവർക്ക് ഓറ കൂടും. അത് രോഹിതിന് മനസ്സിലായിട്ടുണ്ടോ? ഈ 4 ലെയർ 5 ലെയർ ഉണ്ട്. 5 ലെയറും ഇതിൽ ആശ്രയമാണ്. അത് കൂടാതെ മറ്റൊരാഴത്തിലൊരു കാര്യവും കൂടി ഉണ്ട്. അതാണ് സോൾ ലെവൽ എന്ന് പറയുന്നത്. അതായത് ഭൂമിയിൽ ജനിക്കുന്ന ഓരോരുത്തരും 7 ലെവലുള്ള സോളിലാണ് ജനിക്കുന്നത്. അതും ഈ ഓറയുടെ സ്വാധീനത്തിലുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ലിമിറ്റ് ചെയ്യാൻ പറ്റില്ല. 2 ആളെ ഓറ തമ്മിൽ നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റില്ല. അടുത്തേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ എൻ്റെ കർമ്മം ചെയ്യാൻ വന്നതാണ്, ആ കർമ്മത്തിൽ പോയാൽ മതി. നമ്മൾ അതേപോലെ തന്നെ നമുക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് 3 ദോഷങ്ങളാണ് നമുക്കുള്ളത് മിസറിയിലേക്കുള്ളത്. ഒന്ന് ഫാസിനേഷൻ, കമ്പാരിസൺ, കോമ്പറ്റീഷൻ. ഫാസിനേഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കണ്ട് നമ്മൾ ഭ്രമിക്കുക, അതെനിക്ക് വേണം. അത് നിങ്ങൾ ഡിസർവ് ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ കർമ്മമാണോ എന്ന് നോക്കാതെ നിങ്ങൾ ഫാസിനേറ്റ് ചെയ്ത് ഗോൾ സെറ്റിങ്ങിലാണ് ഇത് പറയുന്നത്. ആ ഫാസിനേഷനോട് പോയാൽ നിങ്ങൾ വഴിതെറ്റും. പിന്നെ കമ്പാരിസൺ, വേറെ ഒന്നിനെ കമ്പയർ, ഇന്ന ജോലി മോശമാണ്, അതിനേക്കാൾ നല്ല ജോലി ഇതാണ്, അതിനേക്കാൾ നല്ല ആൾ അതാണ്. പിന്നെ ഒന്ന് കോമ്പറ്റീഷൻ, അവരെക്കാൾ എനിക്ക് മുന്നിലെത്തുന്നത്. ഈ 3 വഴിയും നമ്മളെ മിസ്ഗൈഡ് ചെയ്യുന്നതാണ്. അതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ നമ്മുടെ ഓതൻറ്റിസിറ്റിയിലേക്കും അതേപോലെ തന്നെ നമ്മുടെ എക്സലൻസിലേക്കും, നമ്മുടെ അവയർനെസ്, നമ്മളെന്താണ്, അതിലേക്കാണ് നമ്മൾ വരേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓറ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല എന്ന് എനിക്ക് അതിന് ആവശ്യമില്ല. കാരണം രോഹിത് ഇവിടെ ഇരിക്കുന്ന ഒരു പ്രത്യേക റീസൺ ഉണ്ട്, ഞാനിവിടെ ഇരിക്കുന്ന ഒരു പ്രത്യേക റീസൺ ഉണ്ട്, ഓരോരുത്തരും ഇരിക്കുന്ന റീസൺ ഉണ്ട്. ആ റീസണിൽ അവർ പെർഫെക്റ്റ് ആണെന്ന് മാത്രമേ നമ്മൾ നോക്കത്തുള്ളൂ. അതിനെ പറയുന്നത് ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയാം. ദർ ഈസ് നോ കമ്പാരിസൺ. എന്തായാലും ഒരു പ്രശ്നങ്ങളോ കൊണ്ട് ഇപ്പോൾ റേക്കിയൊക്കെ പഠിക്കണം, ചിലർക്ക് 2 തരത്തിലുള്ള ആളുകളാണ് ഇതൊക്കെ ഫോളോ ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 3 തരത്തിൽ. ഇപ്പം ഞാൻ പുതിയ ഒരാളെ ഒരു വിഭാഗത്തെ കൊണ്ട് ആഡ് ചെയ്തിട്ടുണ്ട് അതിനകത്ത്. ഒന്ന്, ഇതൊക്കെ എന്താണെന്ന് അറിയാൻ ഉള്ള ആ ത്വര കൊണ്ട് പഠിക്കാൻ പോകുന്നവർ. 2, പ്രശ്നങ്ങളിൽ പെട്ട് ഇഴകുമ്പോൾ അതിൽ നിന്ന് മുക്തി നേടാൻ ആരെങ്കിലും ഉദ്ദേശപ്രകാരം ഇതൊക്കെ പഠിക്കാൻ പോകുന്നവർ. 3, സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യം വെച്ച് ഇതൊക്കെ പഠിക്കാൻ പോകുന്നവർ. വളരെ നല്ല ഒരു കണ്ടെത്തലാണത്. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു സ്പിരിച്വൽ അടിത്തറുണ്ട്. രോഹിതിൻ്റെ കണ്ടെത്തലിന് ഒരു ആത്മീയമായ അടിത്തറുണ്ട്. എല്ലാ മേഖലയും അങ്ങനത്തെ. നമുക്ക് 3 നമ്മുടെ ഏറ്റവും അടിസ്ഥാനമായ ഘടകം എന്ന് പറയുന്നത് സത്ത്, ചിത്ത്, ആനന്ദം എന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും എന്തില്ലെങ്കിലും ഒന്നിൽ ഫോക്കസ് ചെയ്യും. സത്തിൽ ഫോക്കസ് ഉള്ള ആളുകൾ പണത്തിനും അധികാരത്തിനും ആയിരിക്കും അവരുടെ ഫോക്കസ് ചെയ്യും. ആനന്ദത്തിൽ ഫോക്കസ് ചെയ്യുന്ന ആളുകൾ, ആനന്ദത്തിന് പ്രൊമിനൻ്റായ ആളുകൾ അവർ സുഖം തേടാൻ പോകും. ചിത്ത് പ്രൊമിനൻ്റായ ആളുകൾ അറിവിന് തേടി പോകും. ആ 3 തരത്തിലുള്ള ആളുകളാണ് ഇവർ. പക്ഷേ ഞാൻ പറയുന്നത് ഈ മിസറീസ് വരുന്ന ആളുകളാണെങ്കിൽ, കഷ്ടതകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ അവർ കഷ്ടതയുടെ കാരണം കണ്ടെത്തണം.
ഞാൻ അവിടേക്കാണ് ഞാൻ പറഞ്ഞു ആ കാരണം മനസ്സിലാണുള്ളത്. ഭൂരിഭാഗം പ്രശ്നങ്ങളുടെയും എല്ലാ പ്രശ്നങ്ങളെയും ഇപ്പൊ പ്രശ്നബാധിതരായ ഒരാൾ അങ്ങയുടെ അടുത്തേക്ക് എത്തിയാൽ അങ്ങ് റേക്കി പറഞ്ഞു കൊടുക്കുകയോ ഹീൽ ചെയ്യുകയോ പഠിപ്പിച്ചു കൊടുക്കുകയോ ചെയ്യില്ല, കാരണം കണ്ടെത്തി അതിന് വേണ്ട പോംവഴികളെല്ലാം ചെയ്ത് തീർത്തതിന് ശേഷം ഇതിലേക്ക് നമ്മളൊരു ഫെസിലിറ്റേറ്റർ അല്ലേ. നമ്മളിപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ബ്രാൻഡിൽ നിൽക്കുന്ന ആൾ നമ്മൾ ഫെസിലിറ്റേറ്ററാണ്. നമ്മളെന്താണ് ആളുകളെ ട്രാൻസ്ഫോം ചെയ്യാൻ സഹായിക്കുക. അപ്പോൾ അവർക്ക് സ്യൂട്ടായ ഒരു മാർഗം പറയാൻ വേണ്ടത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ചില സമയത്ത് തെറാപ്പിയൊക്കെ ചെയ്ത് കൂടുതൽ ഓറൽ പൊല്യൂഷൻ ഉണ്ടാവും. ഞാൻ പ്രാണിക് ഹീലിംഗ് ചെയ്യിക്കാറുണ്ട് ചില ആളുകൾ. ഞാൻ എൻ്റെ വൈഫ് പ്രാണിക് ഹീലിംഗ് നന്നായിട്ട് ചെയ്യും, നല്ല സൈക്കിക് ഹീലറാണ് അവർ. പക്ഷെ ഞാൻ പുറത്ത് ആരോടെങ്കിലും ഒക്കെ ചെയ്യിക്കാറുണ്ട്. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഓറ ക്ലയൻസ് അവിടെ പ്രാണിക് ഹീലിംഗ് ആണ് നമുക്ക് വേണ്ടത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ക്യാൻസറിന് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ അതിൻ്റെ കോസൈറ്റ് ഫാക്ടർ മൈൻഡ് ഫാക്ടറാണെന്ന് കണ്ടപ്പോൾ മൈൻഡ് ഫാക്ടറെല്ലാം ഹീൽ ചെയ്തിട്ട് പിന്നെ ഞാൻ പ്രാണിക് ഹീലിങ്ങിന് വിട്ടിട്ടുണ്ട് അവരെ, മറ്റൊരാളുടെ അടുത്തേക്ക് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോരാളുടെ പ്രശ്നത്തിൻ്റെ പ്രാധാന്യം അനുസരിച്ചാണ് നമ്മൾ സിസ്റ്റം തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതാണ്. അവർക്ക് എവിടെയാണ് ഹെൽപ്പിംഗ് വേണ്ടത്, അതാണ് ഫെസിലിറ്റേറ്റർമാർ ചെയ്യേണ്ട ഒരു കാര്യം. അവരെ ഫെസിലിറ്റേറ്റ് ചെയ്യുക.